KPCC ജനറൽ സെക്രട്ടറി MJ ജോബിൻ്റെ വീട് ആക്രമിച്ച കേസിലെ പ്രതിപട്ടികയിൽ PP ചിത്തരഞ്ജൻ MLAയുടെ സ്റ്റാഫ് പ്രജിലാലും ഉൾപ്പെട്ടു. രണ്ടാം പ്രതിയായിട്ടാണ് പ്രജിലാൽ വരുന്നത്. 5 പ്രതികളുള്ള കേസിൽ രണ്ടാം പ്രതിയെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. പ്രജിലാലിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കമുണ്ടെന്നും ആരോപണം ഉയരുന്നു. മനീഷ് മഹിവാൽ തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. ഈ കഴിഞ്ഞ ദിവസം, അതായത് ആലപ്പുഴയിൽ നവകേരള സദസ്സ് എത്തി മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ വലിയ പ്രതിഷേധം ആഞ്ഞടിച്ച ദിവസം 15-ാം തീയതിയായിരുന്നു. ആ ദിവസം വൈകുന്നേരമാണ് KPCC ജനറൽ സെക്രട്ടറി MJ ജോബിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായതും ജോബിൻ്റെ ഭാര്യയെ പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയൊക്കെ തന്നെ ചെയ്തത്. ഈ സംഭവത്തിൽ പോലീസ് അന്ന് തന്നെ കേസെടുത്തിരുന്നു. പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആദ്യം 2 പേരുടെ പേരും മറ്റു 3 പേരെ കണ്ടാൽ അറിയാവുന്ന 3 പേരുടെ പേരിലുമാണ് കേസെടുത്തിരുന്നത്. ആ വീട്ടിൽ വെച്ച് തന്നെ, അക്രമം നടന്ന വീട്ടിൽ വെച്ച് തന്നെ, ആ പരിസരത്ത് വെച്ച് തന്നെ ഒന്നാം പ്രതി റജീബ് അലിയെ മാസങ്ങൾക്ക് മുൻപ് CPIM-ൽ നിന്ന് പുറത്താക്കിയതാണ്. CITUവിൻ്റെ അടക്കം നേതാവായിരുന്നു. അതായത് പണപ്പിരിവ് തട്ടിപ്പ് നടത്തി എന്ന് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയതിനെ തുടർന്ന് സംഘടനാ നടപടിയെടുത്ത് പുറത്തുപോയാണ് റജീബ് അലിയെ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ഇയാളുടെ കൈ ജനൽ ചില്ല് അടിച്ചു പൊട്ടിക്കുന്ന സമയത്ത് മുറിഞ്ഞതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇയാളെ റിമാൻഡിൽ, അവിടുത്തെ ആശുപത്രി സെല്ലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റു പ്രതികൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരമാണ് ഈ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുകയും CCTV വിഷ്വൽസും ഒപ്പം തന്നെ ഈ കേസിലെ ദൃക്സാക്ഷികളെ അടക്കം പോലീസ് കണ്ടെത്തി അവരുടെ മൊഴികൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് 4 പ്രതികളെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ രണ്ടാം പ്രതിയാണ് ചിത്തരഞ്ജൻ്റെ MLA സ്റ്റാഫിലേക്ക് പുതിയതായി നിയോഗിക്കപ്പെട്ട, നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ചുമതല ഉള്ളത് കൊണ്ട് തന്നെ, ഭാരിച്ച ചുമതല ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരാളെ, അതായത് പ്രജിലാലിനെ ആക്കിയത്. പ്രജിലാലിനെ രണ്ടാം പ്രതിയാക്കിയതിനെ തുടർന്ന് പ്രജിലാലിനെ ഈ കേസിൽ നിന്നും പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഉന്നത നേതാക്കളടക്കം ഇടപെടുന്നു എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് 5 പേരുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ റജീബ് അലിയെ കൂടാതെ മറ്റ് 4 പേരും സജീവ സംഘടനാ പ്രവർത്തകരാണ്. DYFIയുടെ മേഖലാ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകളുണ്ട്. ST കോളേജ് യൂണിയൻ ചെയർമാൻ അടക്കം പ്രതിപ്പട്ടികയിലുണ്ട്. പക്ഷേ അവർക്ക് ആർക്കു വേണ്ടിയും ഇടപെടാതെ രണ്ടാം പ്രതിയായിട്ടുള്ള പ്രജിലാലിന് വേണ്ടി MLA അടക്കമുള്ള ഉന്നത നേതാക്കൾ ഇടപെടുന്നു എന്ന ആരോപണം പാർട്ടിക്കുള്ളിലുണ്ട്. വിഭാഗീയതര ഭാഗമായിട്ട് തന്നെ പ്രതികളിൽ വരെ നേതാക്കന്മാർ വിഭാഗീയതര ഭാഗമായി ചില ആളുകൾക്ക് വേണ്ടി മാത്രം ഇടപെടുന്നു എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി റജീബ് അലി അല്ലാതെ മറ്റ് 4 പ്രതികളെയും ഈ ദിവസം, ഇത്രയും ദിവസം 15-ാം തീയതി സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും മറ്റ് 4 പേരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല. ആലപ്പുഴ സൗത്ത് പോലീസാണ് ഇത് സംബന്ധിച്ച് കേസ് അന്വേഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്.